നല്ലൊരു ഏരിയയിൽ ബെസ്റ്റ് ഒരു വീടാണ് നമ്മളൊന്ന് കാണാൻ പോകുന്നത്. വീടിൻ്റെ ഉൾഭാഗം മിന്നിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വാങ്ങുന്നവർക്ക് വേണമെങ്കിൽ നീല പെയിൻറ് വേണമെങ്കിൽ ഒന്ന് മാത്രം മാറ്റാം, വേറെ ഒന്നും ചെയ്യാനില്ല. നല്ല ഏരിയ, അടിപൊളി മതിൽ, നല്ലൊരു സ്ട്രോങ്ങിലുള്ള സ്ലൈഡിങ് ഗേറ്റ്. ഇവിടെ കോളിംഗ് ബെല്ലുണ്ട്, അത് വേണമെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിടാം. പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ കാർ പോർച്ച് ഉണ്ട്, മുറ്റത്തൊരു കാറും കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, കിണർ, കറിവേപ്പില, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, എന്തോ ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. വീടിൻ്റെ 4 ചുറ്റും അത്യാവശ്യം സ്ഥലമുണ്ട്. അത്യാവശ്യം ചെറിയ ചെറിയ സംഗതികളൊക്കെ വെച്ച് പിടിപ്പിക്കാവുന്ന സ്ഥലം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ട റൈറ്റ് സൈഡിൽ ഇവിടെയൊക്കെ സ്ഥലം വരുന്നുണ്ട്. നമ്മൾ കാർ പോർച്ചിൽ നല്ല ഗ്രാനൈറ്റ് സ്ലാബൊക്കെ വിരിച്ചിട്ടുണ്ട്. അത്യാവശ്യം അവിടെ ഇരിക്കാൻ പറ്റും. പിന്നെ വലിയൊരു ഭംഗിയുള്ള സിറ്റ് ഔട്ട് ഏരിയ കേട്ടോ. അവിടെ കുറേ ഫാമിലി ഫോട്ടോസൊക്കെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല ഇവിടെയും വീടിൻ്റെ പല ഭാഗങ്ങളും. അകത്തേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, വിശാലമായിട്ടുള്ള ഷോറൂമാണ്. നല്ല രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ ഉൾഭാഗം. വലിയൊരു ലിവിങ് ഹാള്, അവിടെ അടിപൊളി ഒരു ഷോക്കേസ് ഏരിയ വരുന്നുണ്ട്. വലിയൊരു TV യൂണിറ്റിൻ്റെ ഏരിയ വരുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഫാനുകളൊക്കെ നല്ല മോഡേണായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഫ്ലോറിങ് വളരെ പ്ലസൻ്റാണ്. ആ ഒരു ക്രീം കളർ ഫ്ലോറിങ്ങും ആ പെയിൻറ്റിങ്ങും വീടിന് ഭംഗി കൂട്ടണം കേട്ടോ. ഇത് നമ്മുടെ ഡൈനിങ് ഏരിയ ആണ്. ഇവിടെയും നല്ല സ്പേഷ്യസ് ആണ്. പ്രത്യേകിച്ച് ആ ഒരു ഷോക്കേസ് ഒക്കെ ഉണ്ടല്ലേ, ഇഷ്ടം പോലെ സ്റ്റോറേജ് അവിടെ സ്ഥലമുണ്ട്. അവിടെ നിന്ന് ഏറ്റവും ഭംഗി ഇതാ ഈ ഒരു സ്റ്റെയറിൻ്റെ ഭാഗം കൊതിപ്പിച്ച് കളയും നമ്മളെ. കാരണം നടന്നിങ്ങോട്ട് കയറുമ്പോൾ ഒരു ക്ഷീണം തോന്നില്ല. അടിപൊളിയായിട്ട് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് മുകളിലേക്ക് പോകട്ടോ. നൈസാണ്. അവിടുന്ന് സൺലൈറ്റൊക്കെ കിട്ടാവുന്ന അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നൈസായിട്ടുള്ളൊരു ഹാൻഡ് വാഷ് ഏരിയയുടെ ഒരു ഭാഗം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെയറിൻ്റെ താഴെ ഇഷ്ടംപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നിലവിൽ 2 വലിയ ബെഡ്റൂംസാണ് വീട്ടിൽ വരുന്നത്. ആവശ്യമെങ്കിൽ നമുക്ക് മുകളിൽ എടുക്കാവുന്ന സ്ഥലമുണ്ട്. 2 ബെഡ്റൂമും നല്ല വലുപ്പം, 2ഉം അറ്റാച്ച്ഡ് വാഷ്റൂം ഉള്ളതാണ്. വലിയ കബോർഡ് വർക്കും വാർഡ്രോബൊക്കെ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് 2 ബെഡ്റൂമും. അതുപോലെ കിച്ചൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കിച്ചൺ, കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. ബാക്കിൽ ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, നല്ല സ്ട്രോങ്ങിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർ കയറിയിട്ട് മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ആ ഒരു ഭാഗം ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. അത്യാവശ്യം ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് ആ ബെഡ്റൂം കൊടുത്തിട്ട് അത്യാവശ്യം നമുക്ക് മുകളിൽ പോയിട്ട് കിടക്കാം. അത്രയും നല്ല സ്ഥലം വരുന്നുണ്ട്. പിന്നെ ഒരു ഓപ്പൺ ടെറസ് ഏരിയ, ബാക്ക് സൈഡിൽ ഷീറ്റൊക്കെ അടിച്ച് നൈസാക്കിയിട്ടുണ്ട്. ടോട്ടല് 5 സെൻറ്റ് സ്ഥലം, 1500 സ്ക്വയർ ഫീറ്റ്. 8 വർഷം പഴക്കം എന്നുള്ളത് നമ്മൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഫീലിംഗ് തോന്നില്ല. ഈ അടുത്ത് പണി കഴിപ്പിച്ച വീടെന്ന് തോന്നുള്ളൂ. അത്രയും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ള വീട്. അവർ ചോദിക്കുന്ന വില 38 ലക്ഷമാണ്. ന്യായമായിട്ടുള്ളൊരു റേറ്റാണ് ഇവിടുത്തെ ഒരു സ്ഥലവിലയും വീടിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ച് നോക്കുമ്പോൾ. എന്നാലും ഒരു കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ എന്തായാലും വിലയിൽ വ്യത്യാസം വരും. സ്ഥലം വരുന്നത് തൃശ്ശൂരിൽ മണ്ണുത്തിക്ക് അടുത്തായിട്ട്, ഹൈവേന്ന് ജസ്റ്റ് 1.5 കിലോമീറ്ററിലാണ്. എനിക്ക് തോന്നുന്നു പെട്ടെന്ന് സെയിലാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രോപ്പർട്ടി ഈ ഒരു ഏരിയയിൽ നോക്കുന്നവർ തീർച്ചയായിട്ടും നമ്മളെ വിളിക്കുകയോ വാട്സപ്പോ ചെയ്യണം. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഒന്ന് കാണണം. നല്ലൊരു വീടാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ.